സഫർ 24 ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ വഫാത്തായ ദിവസമാണ്. അവിടുത്തെ ആണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പുത്തമ്പള്ളി ശൈഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വലിയ കറാമത്തിന്റെ ഉടമയാണ്. സത്യത്തില് മലപ്പുറം ജില്ലക്കാരനല്ല പുത്തമ്പള്ളി ശൈഖ്. ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് അടുത്തൊരു കക്കാടുണ്ട്, മലപ്പുറം ജില്ലയിലെ കക്കാടുണ്ട്, അതല്ല കോഴിക്കോട് മുക്കം, അതെല്ലാവർക്കും അറിയാം. സാധാരണ പോകുന്ന സ്ഥലമാണ്. കരീം ഉസ്താദിന്റെ അടുത്തൊക്കെ പലരും പോയിട്ടുണ്ടാവും. അല്ലാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കുന്നവരാവട്ടെ. ആ മുക്കത്തടുത്ത് ഒരു സ്ഥലമുണ്ട്, അതാണ് കക്കാട് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഇപ്പൊ SYSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് സാഹിബ് കക്കാട്, അദ്ദേഹത്തിന്റെ നാട്. ആ കക്കാടാണ് ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി ശൈഖിന്റെ ജനനസ്ഥലം. സാധാ ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ് ബഹുമാനപ്പെട്ടവര്. നാദാപുരം അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കിതാബ് ഓതാൻ പോയി. അങ്ങനെ അവസാനം സാധാരണ പോകാറുള്ളത് പൊന്നാണിയിലേക്കാണ്. അന്ന് ബിരുദം കൊടുക്കുന്ന കോളേജ് പൊന്നാണിയാണുള്ളത്. അവിടുന്ന് കിട്ടുന്ന ബിരുദമാണ് മുസ്ലിയാർ എന്നുള്ള ബിരുദം. ഇപ്പൊ അടുത്ത് ഞങ്ങൾ സിയാറത്തിന് പോയപ്പോൾ ഒരു വിളക്കിന്റെ സമീപത്ത്, പൊന്നാണിപ്പള്ളിയുടെ നടുവിലൊരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ സമീപത്ത് ഇരുന്നിട്ടായിരുന്നു ഉസ്താദുമാര് ദർസ് നടത്താനും ഉസ്താദുമാര് വാല്യു പറയാനും ഒക്കെ സമ്മതം കൊടുത്തിരുന്നത്. അങ്ങനെ ആ വിളക്കത്തിരുന്നവർക്കാണ് മുസ്ലിയാർ എന്ന് നമ്മളെ കേരളത്തിൽ പറയാറുള്ളത്. ബിരുദങ്ങളൊക്കെ ഇപ്പൊ അടുത്താണ് ചേർത്തി പറയാൻ തുടങ്ങിയത്. AP ഉസ്താദിന് കാന്തോട് അബൂബക്കർ മുസ്ലിയാർ എന്ന പറയുന്നത്. ബിരുദം സാധാരണ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. ഉസ്താദ് ബാത്തവിയാണ്. അങ്ങനെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരെ ബിരുദം നമുക്ക് അറിഞ്ഞൂടാ. സുലൈമാൻ ഉസ്താദ് ബിരുദം നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട് ഉസ്താദുമാർ, താജുൽ ഉലമ തങ്ങൾ ബിരുദം നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ബിരുദം പറയൽ ഇപ്പൊ അടുത്താണ് ഉണ്ടായത്. കൊറ്റൊന്നുമില്ല, അത് പറഞ്ഞതിന് കുഴപ്പമില്ല. ഏതായാലും ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അടക്കമുള്ള മഹാന്മാര് അവരൊക്കെ വലിയ ബിരുദം വാങ്ങിയവരാണ്. അവർക്കൊക്കെ മുമ്പ് പൊന്നാണി പള്ളിയിലായിരുന്നു മുമ്പ് കാലത്ത് ആളുകൾ പഠിക്കാൻ വേണ്ടി പോയിരുന്നത്. അങ്ങനെ പൊന്നാണിയിൽ അലി ഹസൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു അന്ന് ദർസ് നടത്തിയിരുന്നത്. ആ ദർസിൽ ചേർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. വലിയ ആലിമായി. ഈ പൊന്നാണിക്ക് അടുത്ത സ്ഥലമാണ് പുത്തമ്പള്ളി എന്ന സ്ഥലം. ഈ പുത്തമ്പള്ളിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, 2 കിലോമീറ്റർ അപ്പുറം, ന്യൂനക്കടവ് എന്നാണ് പറയുന്നത്. ആ ന്യൂനക്കടവിൽ വലിയൊരു മഹാനുണ്ട്. ആ മഹാൻ അക്കാലത്ത് വലിയ ആലിമായിരുന്നു. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു. ഇന്നും ആ മക്ബറ അവിടെ ഉണ്ട്. ആ മക്ബറയിൽ പോയാൽ നമുക്കറിയാം, അത് അവിടെ ഒരു വലിയ ഒരു ഒതുക്കുള്ള മക്ബറ. നമ്മളുണ്ടല്ലോ ചിലത് കണ്ടറിഞ്ഞ് ഒരു റാഹത്ത്. അങ്ങനെ ആ മഖാമില് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പൊന്നാണിയിലെ ഉസ്താദ് പറഞ്ഞയച്ചു. ആരെ? പുത്തമ്പള്ളി ശൈഖിന്. പുത്തമ്പള്ളി ശൈഖിന്റെ പേരാണ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നാണ് അവരുടെ പേര്. അങ്ങനെ അവിടെ പറഞ്ഞയച്ചു. അവിടെ കുറച്ചു കാലം പഠിച്ചിട്ട് അവിടുന്ന് ഈ നൂറുദ്ദീൻ റംലി എന്ന് പറയുന്ന ഉസ്താദാണ് പുത്തമ്പള്ളിയിലേക്ക് ദർസ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പുത്തമ്പള്ളിയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു വലിയൊരു ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ? ഏത് വിഷം കടിച്ചു കഴിഞ്ഞാലും, ഏത് പാമ്പിന്റെ വിഷമേറ്റാലും, ഏത് വിഷമാണ് സംഭവിച്ചതെങ്കിലും ബഹുമാനപ്പെട്ടവര് വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ അത് ഖലാസ്, അത് വിഷം ഇറങ്ങി, പിന്നെ അവിടെ മൗത്തില്ല. ആ വിഷം ഏത് വിഷമാണെങ്കിലും, വേപ്പുനായ കടിച്ചതും അതുപോലത്തെ മാരകമായ വിഷജന്തുക്കൾ കടിച്ചാൽ പുത്തമ്പള്ളി മഹാനവരുടെ സമീപത്ത് ചെന്ന് വെള്ളം വാങ്ങി കുടിച്ചാൽ അത് ശിഫയായി. ഏത് ഡേഞ്ചറുള്ള പ്രസവാണെങ്കിലും പുത്തമ്പള്ളി ശൈഖിന്റെ വെള്ളം കുടിച്ചാൽ ആ പ്രസവം റാഹത്തായി. ഞാൻ ആ പറഞ്ഞത് എല്ലാവരും മനസ്സിലുണ്ടായിക്കോട്ടെ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുത്തമ്പള്ളി ശൈഖിന്റെ മേലൊരു ഫാത്തിഹ ഓതി നമ്മൾ ചെയ്താൽ മതി. വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകുമ്പോൾ യാത്ര പള്ളിയിൽ ഖാലിയറല്ലേ, പള്ളിയിലെ മുദരിസാണ്. ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവാണ്. അന്ന് ഹജ്ജിന് പോയാൽ കപ്പലിനാണ് പോക്ക്. പോയാൽ പോയി, എത്തിയാൽ എത്തി, എല്ലാം കഴിഞ്ഞു. പണ്ടൊക്കെ പറഞ്ഞേക്ക 3 വെച്ചിട്ടാണ് അത്ര പോയിരുന്നത്. തമാശക്ക് പറഞ്ഞതാണ്. എന്നുവെച്ചാൽ അത്രയും ഇതാണ്, തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ പള്ളിയിലെ ഖാലി ഉസ്താദ് അവറുകൾ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുവാണ്. നിങ്ങളെല്ലാവരും, ഞാനൊരു മുദരിസായി നിന്നതാണ്, സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. എല്ലാവരും പൊരുത്തപ്പെട്ട് തരണം. ഇനി കണ്ടുമുട്ടോ എന്ന് നമ്മൾ അറിയില്ല. ഇത് കേട്ടപ്പോൾ ആളുകൾ വിട്ടില്ല.
ഉസ്താദിനെ ഞങ്ങൾ വിടുന്നില്ല ഹജ്ജിനെ. ഞങ്ങൾ ഇനി ആരോട് എന്ത് ചെന്ന് പറയാനാണ്? ഞങ്ങൾക്കൊരാള് പരാതി പറയാൻ വേണ്ടേ? വിഷമങ്ങൾ അവതരിപ്പിക്കാൻ ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? അങ്ങനെ ഞാൻ പറഞ്ഞ നല്ലൊരു ഒരു ആശയത്തിലേക്ക് അങ്ങനെ മനസ്സിലാക്കണം. ജനങ്ങൾ വൈത്താലെ കൂടി, എല്ലാവരും വഴിയിൽ കൂടി, ഉസ്താദിനെ വിടുന്നില്ല, ഹജ്ജിന് പോണ്ടേ, എന്ത് ചെയ്യും? അപ്പൊ പുത്തമ്പള്ളി ശേഷം എന്തെങ്കിലും പ്രശ്നം ചോദിച്ച്, ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് വെള്ളം മന്ത്രിച്ച് കുടിച്ചാൽ സുഖപ്പെടലാണ്, നിങ്ങൾ ഹജ്ജിന് പോയി അവിടെ ഇരുന്നാല് നിങ്ങളെ കാര്യം ഇങ്ങനെ നടക്കുമോ? അപ്പൊ ബഹുമാനപ്പെട്ട ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് കിണറ്റിൽ മന്ത്രിച്ചു ഊതി. ആ വെള്ളത്തിൽ ഊതിയിട്ട് അത് കിണറിലൊഴിച്ചു. ആർക്കും വേണം കയ്യിൽ നിന്ന് കുടിച്ചോളി. അതില് ഞാൻ മന്ത്രിച്ച വെള്ളമാണ്. അതാണ് പുത്തമ്പള്ളിയിലെ വെള്ളം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയല്ലോ, അതാ കിണറില് ബഹുമാനപ്പെട്ടവര് മന്ത്രിച്ചൂതിയ വെള്ളം. ഇന്ന് ആ വെള്ളം കഴിഞ്ഞിട്ടില്ലല്ലോ. സംസം വെള്ളം പോലെ, സംസം വെള്ളം എന്നല്ല, അതുപോലെ ആയിരക്കണക്കിന് പുത്തമ്പള്ളി പോയവർക്കറിയാം, 10,000-കണക്കിന് ആളുകൾ ആ വെള്ളം കുടിക്കുന്നത്, 10,000-കണക്കിന് ആളുകളാണ് വെള്ളം കൊണ്ടുപോകുന്നത്. കണ്ടു, ലിറ്റർ കണക്കിന് എത്ര വലിയ കേന വാങ്ങുന്ന അത്രയും വെള്ളം നമുക്ക് കിട്ടും. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ബഹുമാനപ്പെട്ടവര് അന്ന് വെള്ളം മന്ത്രിച്ച് കൊടുത്തു. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പുത്തമ്പള്ളി പോകുമ്പോൾ ആ വെള്ളം നമ്മൾ കുടിക്കണം, അല്ലെങ്കിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ പുത്തമ്പള്ളി ശൈഖിന്റെ പേരിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് വിഷം, മറ്റൊന്ന് പ്രസവം. ഈ 2 കാര്യത്തിനും റാഹത്തുണ്ടാകല് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേക കറാമത്തായിരുന്നു. ആ വിഷമം തീർക്കാൻ ഹജ്ജിന് പോകുന്ന സമയത്തായിരുന്നു ബഹുമാനപ്പെട്ടവർ കിണറ്റിൽ വെള്ളം മന്ത്രിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോയിട്ട് വന്നു. ഇവിടെ വന്ന് വീണ്ടും ദർസ് തുടങ്ങി. തിരക്കാണ്, ആളുകള്, ആയിരക്കണക്കിന് ആളുകൾ മുറ്റത്ത് നിൽക്കുകയാണ്. ഉസ്താദിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാൻ, ബഹുമാനപ്പെട്ടവരുടെ തുള്ളി വെള്ളം കിട്ടാൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ ആഴ്ചയിൽ 2 ദിവസം മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, എന്നാ അന്ന് ഫുള്ള് ഞാൻ ഇരുന്നേരാ എന്ന് പറഞ്ഞു. ആഴ്ചയിൽ 2 ദിവസമായി. അപ്പോഴും ആൾക്കാർ പരാതി പറഞ്ഞു, ഉസ്താദെ ഈ 2 ദിവസം തന്നെ പ്രസവം നടന്നോളന്നില്ലല്ലോ, ഈ 2 ദിവസം തന്നെ പാമ്പ് കടിച്ചോളുന്നില്ലല്ലോ, അപ്പൊ എന്താ കാട്ടുക? അപ്പൊ ഈ 2 കാര്യത്തിന് വേണ്ടി നിങ്ങൾ എപ്പോ വന്നാലും ഞാൻ പരിഹരിച്ചു തരാം. ഈ 2 ദിവസത്തിന് വേണ്ടി, ഈ 2 കാര്യത്തിന് വേണ്ടി നിങ്ങൾ എപ്പോ വന്നാലും ഞാൻ പരിഹരിച്ചു തരാം. അങ്ങനെ പുത്തമ്പള്ളി ശൈഖ് ഈ 2 കാര്യത്തിന് ആരെപ്പോ വിളിച്ചാലും ബഹുമാനപ്പെട്ടവര് അങ്ങനെയാണ്. അത് എപ്പോഴും അതിന് ഫലം ഉണ്ടാവും. അങ്ങനെ വലിയ കറാമത്തെ നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവര് അവസാന കാലങ്ങളിൽ ഓരോ ഓർമ്മ വരുമല്ലോ, അവസാന സമയത്ത് ബഹുമാനപ്പെട്ടവര് പള്ളിയിൽ ഇബാദത്തിൽ തന്നെ, പള്ളിയിലെ ഇബാദത്ത് തന്നെ. അവർക്കറിയാം അവരുടെ മരണത്തിന്റെ സമയം. ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ കറാമത്ത് ഒരു സഹോദരൻ പറഞ്ഞത് ഞാൻ കണ്ടതല്ല, ഞാൻ കേട്ടതാണ്. ബഹുമാനപ്പെട്ട ഒരു വഫാത്തിനോട് അടുത്ത സമയത്ത് പറഞ്ഞത്രേ ആ വീട്ടുകാരനോട്, വാതില് പുറത്തേക്ക് പൂട്ടിക്കാളി, ഞാൻ പറയുമ്പോ തുറന്നാൽ മതി. ഒറ്റ കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ വാതിൽ തുറക്കാൻ സമ്മതം കൊടുത്തത്. ഈ ഒരു കൊല്ലും ആ റൂമില് എന്തായിരുന്നു അല്ലാഹു അഅലം. വെള്ളം കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ടവര് വാതിൽ പുറത്തേക്ക് പൂട്ടാൻ വേണ്ടി പറഞ്ഞു. ആളുകൾ വന്ന് വാതിൽ തുറക്കാൻ സമ്മതമില്ല. ബഹുമാനപ്പെട്ടവർ ഉള്ളിലാണ്. എന്തായി ഏതായി? ആ സമയത്താണ് പലരും മക്കത്ത് വെച്ച് കണ്ടത്, ആ സമയത്താണ് പലരും മദീനത്ത് വെച്ച് കണ്ടത്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകതയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ശൈഖ്, അതായത് പുത്തമ്പള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന കുഞ്ഞഹമ്മദ് ശൈഖ്, ബഹുമാനപ്പെട്ടവര് അവിടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇബാദത്തെടുത്ത് അങ്ങനെ കാല് അങ്ങനെ വളഞ്ഞുപോയി. അത്തയ്യാത്തിന് ഇരുന്ന പോലെ ഇരുന്ന് ഇബാദത്തെടുത്ത് കാല് പിന്നെ നിർത്താൻ വയ്യ. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് രോഗം വന്ന് വഫാത്തിനോടടുത്തു. വഫാത്തിന് വന്നപ്പോൾ ഈ കാലിങ്ങനെ കെടുപ്പിലായപ്പോ ഈ കാലിങ്ങനെ വളഞ്ഞിട്ടന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർക്കൊക്കെ ഒരു ബേജാറ്, എങ്ങനെ ഇനി കഫൻ ചെയ്യുമ്പോഴൊക്കെ വിഷയമല്ല, ആൾക്കാർ അങ്ങോട്ടല്ലേ ചിന്തിക്കുള്ളൂ, എല്ലാം ഒരു വിഷയമായി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്തായ സമയത്തും ഈ കാല് നിവർന്നിട്ടില്ല. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യും, കാല് അങ്ങനെ രോഗി സാധാരണ എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ. അങ്ങനെ രോഗികൾ ഉണ്ടെങ്കിൽ അല്ലാഹു നമുക്കൊന്നും അങ്ങനെ പരീക്ഷണം തരാതിരിക്കുമാറാവട്ടെ. അങ്ങനെ രോഗികൾ ഉണ്ടെങ്കിൽ അവരെ കാലൊക്കെ വളഞ്ഞു പോകുന്നതിന് നമ്മൾ നന്നാ ശ്രദ്ധിക്കണം. അഥവാ ഇനി വളഞ്ഞു പോയാൽ അതിനൊരു മാർഗമുണ്ട്. നന്നായി ഉപ്പിട്ട് വെള്ളം കാച്ചുക, അതിലൊരു നല്ല വൃത്തിയുള്ള ശീലിട്ട് നന്നായി കാച്ചിട്ട് ആ ശീല വെച്ച് കാല് വല്ലത്ത ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക. അപ്പൊ കാല് നേരാവും. അതൊന്നും വലിച്ചൊന്നും പൊട്ടിക്കരുത്, മയ്യത്താണ്, വല്ലാത്ത വേദന ഉണ്ടാവും. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു അയ്ബിനെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. നല്ലോ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അടുത്ത് ഒരു സമയത്ത് ഞാൻ ഒരു മയ്യത്തിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ആ മയ്യത്തിന്റെ വായ പൂടിയിട്ടില്ല.
വായ അടഞ്ഞിട്ടില്ല. പെരയിലാണെങ്കിലും നിറച്ച ആൾക്കാരാ, റൂം തയ്യണില്ല, അവിടെ പുര നിറച്ച ആൾക്കാരുണ്ട്, മയ്യത്തിന്റെ വായ പൂടിയിട്ടില്ല. അപ്പൊ എപ്പോഴാ മരിച്ചോന്ന് നോക്കി വിവരമില്ല. സുബൈക്ക് പോയി നോക്കിയപ്പോഴാണ് ബാപ്പ മരിച്ചത് അറിഞ്ഞത്. അത്രയും സുഖമില്ലാത്ത ഒരാളെ സമീപത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ? അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒരാളെ ചോദിക്കല്, വായി കൂടിയിട്ടില്ലല്ലേ, എന്താ ഇവര് നോക്കിയില്ലേ, ഇതാണ് എല്ലാരും വന്ന് ചോദിക്കല്. അത് പിന്നെ പിടിച്ചു കൂട്ടാനൊന്നും കഴിയില്ല, അത് അങ്ങനെ അങ്ങോട്ട് സെറ്റായി പോകും. അതൊരു അഴിബാണ്, ഒരു വിഷമമാണ്. അത് മയ്യത്ത് നരകത്ത് കിടക്കൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു നമ്മളെ മരിച്ചവരൊക്കെ സ്വർഗത്തിന്റെ അഖിലുകാരിൽ പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി ആലോചിക്കണം. നമ്മളെ സുഖമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു കണ്ണ് അവരെ ശ്രദ്ധയിൽ വേണം. കാരണം എപ്പോഴും ആർക്കും എങ്ങനെയും സംഭവിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത വിഷമമാണ്. അങ്ങനെ സാധാരണ അങ്ങനെ ചെയ്യണം. കാല് വളഞ്ഞു പോയാൽ ചുടുവെള്ളവും ഉപ്പും കലർത്തിയിട്ട് നന്നായി ചൂടാക്കിയിട്ട് ആ ശീല വെച്ച് ഉഴിഞ്ഞാൽ ഏകദേശം അതിന് പരിഹാരം നമ്മൾ കാണാറാണ് പതിവ്. ചെയ്യാൻ അങ്ങനെ തന്നെ മറവി ചെയ്യാൻ നോക്കുന്നതിനേക്കാളും നല്ലത് നീർത്താൻ വേണ്ടി നമ്മൾ നോക്കുക. അത് കുറച്ച് പ്രയാസമാണ്. ഏതായാലും പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി ശൈഖ് അല്ലാഹു തആല അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ കാല് വളഞ്ഞിട്ടുണ്ട്, അങ്ങനെ വഫാത്തായി. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, പഠിച്ചവനെ എന്ത് ചെയ്യും? സുബ്ഹാന ജല്ല ജലാലുഹു. ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ കാല് അങ്ങനെ നിവർന്നു. മരിച്ചതിന്റെ ശേഷമാണ് കാല് നിവർന്നത്. അത് അവിടുത്തെ ഒരു കറാമത്താണ്, പുത്തമ്പള്ളി ശൈഖിന്റെ ഒരു കറാമത്താണ്. മരണപ്പെട്ടതിന്റെ ശേഷമാണ് ആ കാല് നിവർന്നത്. നമ്മളിതങ്ങനെ ആയിക്കോളണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സ്നേഹിതന്മാരെ, എന്റെ ഉമ്മമാരോടെല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച സഫർ 24-നായിരുന്നു ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി ശൈഖിന്റെ അവിടുത്തെ വഫാത്ത് നടന്നത്. ആ ഉന്നവരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓതണേ, ഒരു യാസീനെങ്കിലും ഓതണേ. അത് ഓതാൻ അറിയാത്തവര് ഒരു 313 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലണേ. ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി ശൈഖിന്റെ പേരിൽ അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ ഈ പറയുന്നത്, നമ്മളൊക്കെ സാധാരണ സിയാറത്തിന് പോയിട്ട് ഒരുപാട് പ്രതിഫലം കിട്ടിയ മക്ബറയാണ് പുത്തമ്പള്ളിയിലെ ശൈഖിന്റെ മക്ബറ. വലിയ കറാമത്താണ് ബഹുമാനപ്പെട്ടവരിൽ. എനിക്ക് തന്നെ നല്ലൊരു അനുഭവമുണ്ട്. എന്റെ സ്നേഹിതനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഒരു യാദൃശ്ചികമായി പാമ്പ് കടിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയതിന്റെ ശേഷമാണ് ഞാൻ ആശുപത്രിയിലെത്തുന്നത്. ആശുപത്രിയിലെത്തിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇയാൾക്ക് വെള്ളമൊന്നും കൊടുക്കരുതേ. അപ്പൊ ഇയാളെടുത്ത് ഞാൻ ചെന്നു, നിങ്ങൾക്ക് സുഖല്ലേ? അപ്പൊ അയാളിനോട് സംസാരിക്കുന്നു, സുഖാണ് ഉസ്താദെ, ഞങ്ങളെ എനിക്ക് വെള്ളം തരുന്നില്ല. അപ്പൊ പറഞ്ഞപ്പോൾ അയാളെ നാവ് ഉജാലിന്റെ കളറാ. അപ്പൊ എനിക്ക് ചോദിക്കാൻ വയ്യ അയാളോട്, നിങ്ങളെ നാവിന് എന്ത് പറ്റിയെന്ന്. അഞ്ചപ്പോ അപ്പൊ അയാൾ ബേജാറാവുമല്ലോ. അപ്പൊ ഏതായാലും അയാൾ അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോണ ബൈക്കിൽ തന്നെ അയാൾ ഛർദിച്ചു. അങ്ങനെ വളരെ സീരിയസ് ആയി. മരുമകൻ വിളിച്ചു, എന്താ ചെയ്യേണ്ടിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുത്തമ്പള്ളി ശൈഖിന്റെ മക്കാമ് പോയിട്ട് ഒന്ന് ജാറം മൂടാനും അവിടെ ഒരു ഭക്ഷണം കൊടുക്കാനൊക്കെ ഒന്ന് നേർച്ചയിക്കാലും എന്തും കൊടുക്കുക ഉസ്താദാണ്. മെഡിക്കൽ കോളേജിൽ പോയി ഈ കടിച്ച പാമ്പിനെ കൊണ്ടുപോയി പാമ്പിനെ നോക്കി അവിടുന്ന് ചികിത്സിക്കാൻ എളുപ്പമാണ്. ആ പാമ്പിനെ കിട്ടിയാൽ വിഷെടുത്ത് നോക്കിയപ്പോൾ ആ പാമ്പ് കടിച്ചാൽ ഒരു 6 മണിക്കൂർ ഒരാൾ ജീവിക്കുള്ളത്രേ. അത്രയും ഡോസാണ്, വേഗം കിഡ്നിയൊക്കെ പൊട്ടിപ്പോകുമല്ലോ, അത്രയും പവറാണ്. പക്ഷെ ഇയാൾ 6 മണിക്കൂറിൽ ഇന്നും അയാൾ അയാത്തുണ്ട്, ഒരു കുഴപ്പമില്ല. കണ്ടോ നിങ്ങൾ? അത് കഴിഞ്ഞ പാട് അയാൾ അവിടെ പോയി ആ വേണ്ടതുപോലെ ചെയ്തു. ഇപ്പൊ അവിടുത്തെ ഒരാളാണ് അയാൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ സിയാറത്തിന് അദ്ദേഹം ചെല്ലു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ഫലമാണ്. ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി ശൈഖ് അല്ലാഹു തആല അവരുടെയും അതുപോലത്തെ മഹാന്മാരുടെയും എല്ലാവരുടെ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ആ മഹാന്മാരുടെ പൊരുത്തം. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മാസത്തിലൊക്കെ വഫാത്തായി പോയിട്ടുണ്ട്. നമ്മൾക്ക് അറിയുന്നവർ കുറെ ഉണ്ട്, അറിയാത്തവരുണ്ട്, ആ പേരും പ്രശസ്തിയും ഇല്ലാത്തവരുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗത്തും ഒരുപാട് സൂഫിയാക്കള്, ഒരുപാട് ഔലിയാക്കള്, ഇതൊക്കെ പിരിഞ്ഞു പോയവനാണ്. അല്ലാഹു എല്ലാവരുടെ ഹദറത്തിലേക്കും നമ്മളെ ഈ ക്ലാസിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ.